നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ ACIO നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ, അതായത് SA അതുപോലെ MTSന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ള കാര്യം. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുൻപേ, അതായത് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിന് മുൻപേ കിട്ടിയ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ വേക്കൻസി ആയിട്ട് ACIOയിലേക്ക് പറക്കുള്ള വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2000 ചില്ലാനമാണ്. പക്ഷേ ഇപ്പോൾ 3000-ൽ കൂടുതൽ വേക്കൻസി, 3500-ൽ കൂടുതൽ വേക്കൻസി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അത്രയും വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് SAക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി അസിസ്റ്റന്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത വേക്കൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 4000 ചില്ലാനമാണ് അന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ വരണമെന്നില്ല, മേ ബി കൂടാം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് അറിയിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത്, അതായത് ACIO വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ ലഭിച്ച സമയത്ത് നമ്മളന്ന് വാട്സപ്പ് ചാനലിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ACIO അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. വാട്സപ്പിലുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് മുമ്പേ ഈ ഒരു ഡേറ്റിൽ ഇറങ്ങും. കൃത്യമായിട്ടുള്ള വേക്കൻസി 3000 ചില്ലാനം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള വേക്കൻസി അടക്കം കിട്ടിയ സമയത്ത് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SA സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അത് ഉടനെ വരുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പലരും അത് ചോദിക്കുന്നത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്, ഇതിന് 3 ടയറാണ് പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഫീസ് ഉണ്ട്. പലരും ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാമെന്നാണ് ഈ ഒരു വീഡിയോന്റെ പ്രധാന ദൗത്യം. മിനിമം 10th ആണ് യോഗ്യത വരിക. അതുപോലെ തന്നെ 10th ആണ് യോഗ്യത വരിക. അതുപോലെ 3 ടയർ പരീക്ഷയായിരിക്കും ഉണ്ടാവുക. ആദ്യ ടയറിൽ നിങ്ങൾക്ക് വരുന്നത് നമ്മുടെ സാധാരണ SSC എക്സാം പോലെ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ടയർ എന്ന് പറയുന്നത് നമ്മൾ എഴുതണം, പെന്നും പേപ്പറും ഉപയോഗിച്ച് എഴുതുന്നതാണ്. പിന്നെ SA ആകുമ്പോൾ, സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് സ്പോക്കൺ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വരും. ഇത് 3ാമത്തെ ടയറിലല്ല, വേറെ തന്നെ 2ാമത്തെ ടയറിൽ തന്നെ മറ്റൊരു സെക്ഷനായിട്ട് സ്പോക്കൺ എബിലിറ്റി, നമ്മൾ സംസാരിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ ഇതൊക്കെ വ്യക്തമായിട്ട് അവിടുന്ന് അനലൈസ് ചെയ്യും. കുറച്ച് ടീംസ് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുന്ന ആ ഒരു സംഭവം കൂടി ഉണ്ടാവും. പിന്നെ അതും കൂടി കടമ്പ കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ടയർ വരുന്നുണ്ട്. 3ാമത്തെ ടയറിൽ നമുക്ക് വരുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ വരുന്നത് ഈ ഒരു 3ാമത്തെ ടയറിലായെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ 3 സെക്ഷനിലൂടെയാണ്, കടമ്പകളിലൂടെയാണ് നമുക്ക് ഈ ഒരു സെലക്ഷൻ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് ഫീസ് ഉണ്ട്. 500 ചില്ലാനം രൂപ, 500-ൽ കൂടുതൽ രൂപ ഇതിൻ്റെ അടുത്ത് ഫീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എക്സാമിൻ്റെ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട്, എളുപ്പമാണോ ടഫാണോ. ലൈറ്റ് ആയിട്ടുള്ളൊരു ടഫ്നെസ് ഉണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. വളരെ സിമ്പിൾ അല്ല, കുറച്ച് ഡെപ്തിലായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ACIOന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, എക്സാം നല്ല ടഫാണ്. കഴിഞ്ഞ തവണ അവർ എഴുതിയതിൻ്റെ ബേസിലായിരിക്കും അവർ പറയുന്നത് എക്സാം നല്ല ടഫാണ്, നമ്മൾ നല്ല ഫീസ് അടച്ചിട്ടാണ് അപേക്ഷിക്കുന്നത്, പിന്നെ അങ്ങനെ ഒരു ഇതുള്ളവർ അപേക്ഷിക്കുക, കാരണം അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ളൊരു എക്സാമാണ്. അതിനേക്കാൾ ഉപരി ക്വസ്റ്റ്യൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ലെവലിലാണ് വരുന്നത്. ഏകദേശം UPSC സിവിൽ സർവീസിൻ്റെ ആ ഒരു ടൈപ്പിലാണ് എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ എഴുതിയിട്ടുള്ള ഒപ്പീനിയൻ താഴെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങുമെന്നുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അപേക്ഷ തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റാണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും, പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. GK എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, 2ാമത്തെ ദിവസം 100 പഠിക്കുന്നു, 3ാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ്
നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.